ഫാമിലി ബേസിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഫസ്റ്റ് പറഞ്ഞത് വലിയ ഏട്ടനോട്, അല്ല നേരെ മേലുള്ള ഏട്ടനോടാണ്. ആ ഏട്ടൻ വലിയ ഏട്ടനോട് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോരുത്തരെ അറിഞ്ഞു. പിന്നെ ഓരോരുത്തരും ഞാൻ പേഴ്സണലിൽ വിളിച്ചിട്ടും കണ്ടിട്ടും സംസാരിച്ച്. രണ്ടുപേരും എനിക്ക് കല്യാണം കഴിക്കാനുണ്ട് മേലെ. അപ്പോൾ അവരോട് കാര്യങ്ങൾ അവരോട് ഓക്കെ പറഞ്ഞാലേ നമുക്ക് നടക്കുള്ളൂ. നമ്മളെ രണ്ടാളെ ഓവർടേക്ക് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം അവര് നമ്മളെ സ്നേഹിക്കൊണ്ട് നമ്മൾ ആദ്യം കഴിച്ചോളം പറഞ്ഞു. നമ്മൾ ഓക്കെ. അനിയനോ നീ സെറ്റല്ലടാ, പുള്ളിയല്ലടാ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അറിയാം. അവള് 9ാം ക്ലാസ്സിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചു. അന്ന് മുതലേ എനിക്ക് അവളെ അറിയാം. ഇവൾക്ക് അറിയില്ല എന്നുള്ളൂ. കാരണം വേറെ ബാച്ചും സംസാരിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കാണുന്നത് സ്കൂളിലെ ടൈമിലാണ്. ഞങ്ങൾ ആ സമയത്തൊക്കെയാണ് കാണുന്നത്. പരിചയപ്പെടുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നു. ഇവിടെ പേര് 2 പേരാണ്. ഇവിടെ ഗായത്രി എന്ന് പേരുണ്ട്, കല്യാണി എന്ന് പേരുണ്ട്. അപ്പോൾ കല്യാണി ആരാന്ന് ചോദിച്ചിട്ടാണ് ഫസ്റ്റ് പരിചയപ്പെട്ടത്. ആ പരിചയത്തിലാണ് ഇപ്പൊ കല്യാണം വരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു കുറെ കാലം. 1-2 കൊല്ലം നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കാര്യം മറ്റേ അവളെ ഇഷ്യൂസും അവളെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം അറിയാം. എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് തോന്നി കൂടെ കൂട്ടാം, കൂടെ കൂട്ടി. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളാണ്. ഫാമിലി ഒക്കെ നന്നായിട്ട് നോക്കും. പ്രപ്പോസലായിട്ട് പറയല്ല, നമ്മുടെ മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലോ, ഞാനൊരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് വെച്ച് ഐ ലവ് യു കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗുള്ള പേര് എനിക്കറിയില്ല. അത് വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നമ്മളോടുള്ള അപ്രോച്ചും ആ സ്റ്റാറ്റസും കണ്ടപ്പോ ഏകദേശം ഞാൻ ഉറപ്പിച്ചു റൂട്ട് പോണത് എങ്ങോട്ടാണ് എന്നുള്ളത്.